Hello, welcome to Market Discussion of the Day. Today, August 14, 2026, Friday ആണ് വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഈ ആഴ്ച ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PPIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ PPIയുടെ ന്യൂസും വന്നു, ഞാൻ നമുക്ക് CPIയുടെ ന്യൂസും വന്നു. ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് എപ്പോഴാണുള്ളത്? വൈകുന്നേരം 6 മണിക്കാണ് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉള്ളത്. അപ്പോൾ ഈ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ ആഴ്ചത്തെ റിസൾട്ട് അല്ലെ ന്യൂസുകളുടെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ കൂട്ടി വായിക്കാം എന്നുള്ളൊരു കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ PPIയുടെ ന്യൂസ്. എന്താണ് PPI എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് ഫാക്ടറി പ്രൈസ്, ഒരു സാധനം ഫാക്ടറി, അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഓണർ അല്ലെങ്കിൽ അവിടെ എത്ര രൂപയായി എന്നുള്ളൊരു കാര്യമാണ് ഫാക്ടറി പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അതായത് സ്റ്റോർ പ്രൈസ്, സ്റ്റോറിൽ അതായത് ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് റീറ്റെയിൽ സ്റ്റോർസിൽ പോയി അത് എങ്ങനെ കസ്റ്റമർ എത്ര രൂപയ്ക്ക് അത് വാങ്ങുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ CPI എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വട്ടത്തെ നമ്മളുടെ മന്ത് ടു മന്ത് PPI റിപ്പോർട്ട് നോക്കാൻ നേരത്ത് PPI കഴിഞ്ഞ വട്ടത്തെക്കാട്ടിലും എന്താ പറയുക 0.01% ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഫാക്ടറി പ്രൈസ് കുറഞ്ഞു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സാധനങ്ങളുടെ വില ഫാക്ടറിയിൽ പ്രൈസ് കുറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ നേരെ നമ്മളുടെ CPIയുടെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ 3.5%, 3.4% ആൾക്കാർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതായത് അവർ സ്പെൻഡ് ചെയ്യേണ്ട പ്രൈസും കുറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതായത് CPIയും കുറഞ്ഞു, PPIയും കുറഞ്ഞു. സോ ഇത് രണ്ടും കുറഞ്ഞത് കൊണ്ടിട്ട് തന്നെ എന്താണ് ഇൻഫ്ലേഷൻ കുറയുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇൻഫ്ലേഷൻ കുറയുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇൻഫ്ലേഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഫെഡ് കുറേ കാലത്തേക്ക് ഹോക്കിഷ് ആണെന്ന് പറഞ്ഞ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതിലൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഗോൾഡിൻ്റെ പ്രൈസ് കൂടും അല്ലേ? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ US ഡോളറിൻ്റെ വാല്യൂ കുറയുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഗോൾഡ്, അതേപോലെ GBP USD, യൂറോ USD ഇതെല്ലാം മുകളിലോട്ട് പോവുകയും ചെയ്യും അല്ലേ? USD JPY താഴോട്ട് പോവുകയും ചെയ്യും. സോ ഇതാണ് ആക്ച്വലി എന്താണ് നമ്മളിങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ആഴ്ച നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ന്യൂസുകളും അത് നമ്മളുടെ ഓവറോൾ റിസൾട്ടും. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്നത്തെ ദിവസത്തെ റീറ്റെയിൽ സെയിൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ അത് നമ്മൾ നോക്കിക്കാണുക. അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഉള്ള ഫോർകാസ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കണക്കൊന്നും നടക്കണം എന്നൊന്നുമില്ല. ഓക്കെ, 0.2% ആയിരുന്നു പ്രീവിയസ്, ഈ വട്ടം വന്നപ്പം 0.1% ആയി അല്ലേ? സോ ഇതാണ് ബേസിക്കലി നമ്മളുടെ ഓവറോളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്നുള്ളത്. വോറും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നു. നമ്മൾ അതിൻ്റെ അപ്ഡേറ്റുകൾ പറയാത്തത് പ്രത്യേകിച്ച് ഒരു ദിവസം അത് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറയും, പിറ്റേ ദിവസം ഡൊണാൾഡ് ട്രംപ് വേറെ എന്തെങ്കിലും പറയും. അത് വെച്ചിട്ട് നമ്മളെന്തിനാ അതെല്ലാം നോക്കി വെറുതെ നമ്മുടെ സമയം കളയുന്നത് അല്ലേ? സോ അത് അതിൻ്റേതായ രീതിയിൽ പോകട്ടെ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിവേയ്സ് നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഈ ആഴ്ച ആക്ച്വലി എനിക്കറിയാം വലിയ രീതിയിലുള്ള, അതായത് തിങ്കളാഴ്ച നമുക്ക് ഗോൾഡിലൊരു പെർഫെക്റ്റ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നല്ലാതെ വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. ഇന്നലെയും ഞാൻ ഗോൾഡിൽ പറഞ്ഞ പ്രൈസ് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമുക്ക് ഗോൾഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കൊരു ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡിലോട്ട് തന്നെ പോകാം കേട്ടോ. ഗോൾഡ് 4318 നിൽക്കുന്നു. 4446 വരെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4315 ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം
അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 4310 വരെയൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, 4315 താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഈസ് ഹെഡിങ് ടുവേർഡ്സ് 4280. 4280 ഒരു പോക്കാണോ ഈ മാർക്കറ്റിലുണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, ഡെഫിനറ്റ്ലി അടുത്തൊരു സപ്പോർട്ട് സോൺ, നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ബൈ എൻട്രി നമുക്ക് 4280 എടുക്കാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 4300-280 അവിടെ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് കയറി ട്രേഡ് എടുക്കാതിരിക്കുക, മനസ്സിലായില്ലേ? അതും മാത്രമല്ല, വൈകുന്നേരം 5 മണിക്കൊക്കെയാണ് 4280 എത്തുന്നതെങ്കിൽ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞ 4350 അവിടേക്ക് എത്തിയിട്ടുള്ളത്, പക്ഷേ അത് US സെഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് US സെഷൻ്റെ സമയത്ത് എടുക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇവിടെ 4280 നമ്മൾ വൈകുന്നേരം 5 മണിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കരുത്, അതിന് മുന്നേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുക. ഓക്കെ, ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ചെറിയ ലോസ് ആണെങ്കിലും 5 മണി 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ബിക്കോസ് ടുഡേ ഈസ് റീറ്റെയിൽ സെയിൽസ്. ഓക്കെ, but definitely you can do with a proper stop loss of 1:2 റേഷ്യോയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ ദ പോസിബിലിറ്റി ഈസ് ഓൾവേസ് ഹിറ്റിംഗ് ദ സ്റ്റോപ്പ് ലോസ്. ബട്ട് സ്റ്റിൽ ഐ വുഡ് സജസ്റ്റ് യു, എന്താണ്, നിങ്ങൾ എല്ലാ ഇതേപോലത്തുള്ള ന്യൂസിനും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ന്യൂസിലും ട്രേഡ് എടുക്കുകയാണ്. അത് 1:2 ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ യു വിൽ ബി ഇൻ എ പ്രോഫിറ്റ്. അതെനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് മാത്തമാറ്റിക്സ് ആണ് അല്ലേ. സോ ഡെഫിനറ്റ്ലി 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി 4330 അവിടെ വീണ്ടും കിട്ടിയാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 4350 മുകളിൽ സ്റ്റോപ്പ് ലോസ്, ഓൾമോസ്റ്റ് $20 മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇട്ടുകൊണ്ട് 4330 അവിടെ നിന്നുള്ള സെൽ ഓപ്പർച്യൂണിറ്റി, 4280 അവിടെ നിന്നുള്ള ബൈ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. 4380 സോറി 60 കേട്ടോ, 80 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, 4260 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോകണം എന്നുള്ളത് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, നേരെ നമ്മളുടെ GBP USD 1.3496 നമുക്ക് 2 ദിവസമായിട്ട് നമുക്കറിയാം മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട് അല്ലേ. നമ്മളുടെ സപ്പോർട്ടായിട്ടുള്ള 1.3400 എന്ന് 1.3500 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയും മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ എ ഫോൾ, റൈറ്റ്. സോ ഡെഫിനറ്റ്ലി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. 1.3400 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമുക്ക് GBP USD പറയാനായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. ഓക്കെ, യൂറോ USD 1.1500 സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വീണ്ടും. സോ വീണ്ടും നമുക്ക് 1.1500 അടുത്ത് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മുടെ യൂറോ USD എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ USD JPY എടുക്കാം. 159.29 നിൽക്കുന്നു. ഓക്കെ, സോ നമുക്ക് നല്ല രീതിയിലൊന്ന് താഴെ വീണ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 158.70 ലെവലിലോട്ടൊക്കെ നമുക്ക് മാർക്കറ്റ് വീണ് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ചാർട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് കയറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് എടുക്കുക. അതേപോലെ നമ്മുടെ അൽഗോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ കൂടുതൽ ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ അല്ല തിങ്കളാഴ്ച കാണുന്നത്. എല്ലാവർക്കും ഗുഡ് ബൈ.